നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയെ പൂട്ടാൻ റെഡിയായി തന്നെയാണ് ഡിയേഗോ സിമിയോണിയും സംഘവും ഇറങ്ങുന്നത്. അദ്ദേഹം അതിനനുസരിച്ച് ഇന്നലെ ട്രെയിനിങ്ങിൽ കാര്യങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. 4-3-3 ഫോർമേഷനിൽ അദ്ദേഹം ടീമിനെ ഇറക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരം. അർജൻറ്റീൻ താരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ടീം ഇറങ്ങുക. എന്ന് പറഞ്ഞാൽ മുസ്സോ, ഗോൾ കീപ്പറായിട്ട് അർജൻറ്റീൻ താരം മുസ്സോ തന്നെ ഉണ്ടാവും. ഡിഫൻസിൽ പിന്നെ ലോറൻ്റെ, പുബിൽ, ഹാങ്കോ, റുഗേരി എന്നിവരുണ്ടാവും. മധ്യനിരയിലേക്ക് വരുമ്പോൾ മെൻഡോസ, കോക്കെ, മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഗ്രീസി ഉണ്ടാകും. മുന്നേറ്റത്തിൽ ലുക്മാനും പിന്നെ 2 അർജൻറ്റീനക്കാരും ഹുലിയാനോ സിമിയോണിയും ഹുലിയൻ അൽവാരസ് ഇങ്ങനെയുള്ള ടീമും കൊണ്ട് ഇറങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. സമീപകാലത്തെ കളികളിൽ ഹുലിയൻ അൽവാരസ് ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ഇന്നത്തെ കീ ഫാക്ടറായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഡിയേഗോ സിമിയോണി പറഞ്ഞത് കളിക്കാരെയല്ല, മറിച്ച് ഫാൻസിനെയാണ്. കാരണം മെട്രോപൊളിറ്റനിലാണല്ലോ കളി. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ എന്താണ് കീ ഫാക്ടർ, എന്താണ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ ഞാൻ പറയും അത് തീർച്ചയായിട്ടും നമ്മുടെ ആരാധകരാണ് എന്ന് ഞാൻ പറയും. പക്ഷേ കളിക്കാരും വളരെ ഡിസിസീവാണ്. പക്ഷേ കളിക്കാർക്ക് ആരാധകരെ വേണം, പ്രോത്സാഹിപ്പിക്കാൻ ആരാധകരെ വേണം. ഈ സ്റ്റേഡിയം യൂഷ്വലി അങ്ങനെയാണ്. നമുക്ക് ആ സ്റ്റേഡിയത്തിലെ ആവേശമുണ്ടല്ലോ, ഗാലറിയിലെ ആവേശം, അത് കളിക്കളത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ജയിക്കാൻ പറ്റുമോ, ടീമിൽ വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഫെയ്ത്ത് ഉണ്ട്. ഓൾവേസ് ഹാവ് ഫെയ്ത്ത്. അതിപ്പോൾ നാളത്തെ കളിക്ക് മാത്രമല്ല, അതേ ഇന്നലെ പറയുകയാണ്, അതിപ്പോൾ നാളത്തെ കളിക്ക് മാത്രമല്ല, എല്ലാ കാര്യത്തിലും, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഡെയിലി വർക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഫാൻസിന് തീർച്ചയായിട്ടും ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ടീമിനെക്കുറിച്ചൊക്കെ നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഏതായാലും ഇത് നമ്മുടെ ദിസ് ഈസ് അവർ 3rd കൺസിക്യൂട്ടീവ് സെമിഫൈനൽ. തുടർച്ചയായ 3ാമത്തെ സെമിഫൈനലാണ്. ഞങ്ങളത് വിജയിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും എന്നുകൂടി ഡിയേഗോ സിമിയോണി പറയുമ്പോൾ അത് ബാഴ്സലോണയ്ക്കൊരു മുന്നറിയിപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.